السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഈമാനോട് കൂടി ഈ ലോകത്ത് ഇവിടെ പറയാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വതമ്മിം ബിൽ ഖൈർ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല. അൽഹംദുലില്ലാ. റബ്ബനാ സിദ്നാ ഇൽമ റബ്ബനാ സിദ്നാ ഇൽമ റബ്ബനാ സിദ്നാ ഇൽമ. അൽഹംദുലില്ലാ. നമ്മൾ സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ മനസ്സിലാക്കില്ലേ. സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായിട്ട് തെരഞ്ഞെടുക്കുന്ന ആ ഒരു ഘട്ടം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സപ്പോർട്ട് ചെയ്തു, സുബ്ഹാനല്ലാഹ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കില്ലേ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദ്യത്തെ 5 ആയത്തുകളിലൂടെ അറിവിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അറിവ് നേടുന്നതിന്റെ പ്രാധാന്യം, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ നമ്മൾ പേന കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു നമ്മളെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എഴുത്തിന്റെ പ്രാധാന്യം, സുബ്ഹാനല്ലാഹ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 5-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട് അല്ലമൽ ഇൻസാന മാ ലം യഅലം. അതായത് അല്ലാഹു നമ്മളെ എന്താ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ഇൻസാൻ എന്താ പഠിപ്പിച്ചത്, അവൻക്ക് അറിയാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരു ചെറിയ കുട്ടിയായിട്ട് നമ്മൾ ഏതൊരു സ്റ്റേജിലാകട്ടെ എപ്പോഴും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ അറിഞ്ഞും അറിയാതെയും പല കാര്യങ്ങളും സുബ്ഹാനല്ലാഹ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ എങ്ങനെയോ വെറുതെ എന്തൊക്കെയോ രീതിയിൽ പഠിച്ചതല്ല. അത് റബ്ബിന്റെ അനുമതി പ്രകാരം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്ന് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള അറിവ് നൽകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വഖൽബിൻ ലാ യഖ്ശഅ വനഫ്സിൻ ലാ തശ്ബഅ വദുആഇൻ ലാ യുസ്തജാബു ലഹാ. അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആയത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയായി തീർന്നു. കല്ല, അല്ല, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അല്ല, നിസ്സംശയം, ഭയങ്കര സ്ട്രെസ് ചെയ്തിട്ട് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ഈ ഒരു വാക്ക് നമ്മൾക്ക് മക്കി സൂറകളിൽ മാത്രമാണ് കാണാൻ സാധിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സൂറത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 തവണ ഈ ഒരു വാക്ക് കല്ല എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ, ലയത്ഗാ, അതിര് കവിയുക തന്നെ ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ആയത്തിൽ 3 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തിനെ എംഫസൈസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. കല്ല, അങ്ങനെയല്ല, ഉറപ്പായിട്ടും, നിസ്സംശയം, ഇന്ന, തീർച്ചയായിട്ടും, നിശ്ചയമായിട്ടും, ല, അത് തന്നെ എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? നിശ്ചയമായിട്ടും മനുഷ്യൻ ധിക്കാരിയായി തീരുന്നു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു മുമ്പ് വരുന്ന 5 ആയത്തുകളിലൂടെ നമ്മളോട് പറഞ്ഞത് എന്താണ്? അറിവ് നേടണം അല്ലെ. അറിവ് നേടിയിട്ട് എന്താണ്? നമ്മൾ കൂടുതൽ ഹംബിൾ ആകണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, നമ്മൾ കൂടുതൽ നമ്മൾ മെച്ചപ്പെടുത്തണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള, നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ പഠിപ്പിച്ചു തന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, പക്ഷെ മനുഷ്യരുടെ സ്വഭാവം അങ്ങനെയൊന്നുമല്ല. മനുഷ്യരെന്താണ്? തീർച്ചയായിട്ടും അതിര് കവിയുന്നവരാണ്. ത്വഗ എന്ന് പറയുന്നത് അതിര് കവിയ എന്നുള്ള അർത്ഥമാണ്. അപ്പം അതിനു മുമ്പ് ഒരു ഈ കോണ്ടെക്സ്റ്റും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം. അതായത് ഇനി വരുന്ന 6 മുതൽ 14 വരെയുള്ള ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുക്കളിൽ പെട്ടിട്ടുള്ള ഒരു ശത്രുവിനെ കുറിച്ചിട്ടാണ് അല്ലാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 3 ശത്രുക്കളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അബൂലഹബ് അല്ലെ. സൂറത്തുൽ ലഹബ് നമ്മൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ വലീദ് ബിൻ മുഗീറയെ കുറിച്ചിട്ടാണ്. ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് സൂറത്തുൽ മുസമ്മിലും അതുപോലെ മറ്റു സൂറകളിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുണ്ട്. ഈ ഒരു സൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അബൂ ജഹലിനെ കുറിച്ചിട്ടാണ്. ഈ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള 3 കുഫാറുകളും അവർക്ക് മൂന്ന് ക്വാളിറ്റിയാണ്. അതായത് അബൂലഹബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നീചനായിട്ടുള്ള, എന്താണ് പറയുക, ഒരു എനിമി എന്ന് തന്നെ പറയും. അതായത് ഭയങ്കര കവേർഡായിരുന്നു. അതായത് ശത്രുക്കളെ നേരിട്ട് ഫേസ് ചെയ്യാൻ കൂടെ എന്താണ് പറയുക, ധൈര്യമില്ലാത്ത ഒരു, എന്താണ്, തീരെ ധൈര്യമില്ലാത്തൊരു
ആളായിരുന്നു അബൂലഹബ്. അതുകൊണ്ട് തന്നെ എന്താണ് പൈസ കൊടുത്തിട്ട് തനിക്ക് പകരം ആളുകളെ ബദർ യുദ്ധത്തിലേക്ക് അയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഭയങ്കര പിശുക്കനായിരുന്നു അല്ലെ, അതായത് ആർക്കും ഒന്നും കൊടുക്കണ്ടായിരുന്നില്ല. വലീദിന് മുഗീറ കുറച്ചും കൂടെ എന്താ പറയാ സമൂഹത്തിൽ കുറച്ചും കൂടെ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനായിട്ട് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതായത് കുറച്ച് പ്രായം കൂടിയ വ്യക്തിയായിരുന്നു. ആ ഒരു വ്യക്തിയുടെ കഴിവെന്ന് പറഞ്ഞാൽ നന്നായിട്ട് എഴുതാനൊക്കെ കഴിവുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഏറ്റവും നല്ല എഴുത്തുകാരനായിട്ടും ഏറ്റവും നന്നായിട്ട് സാഹിത്യം ഒക്കെ പറയുന്ന ഒരാളായിട്ടാണ് സമൂഹത്തിലുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം ആ ഒരു കഴിവിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സുബ്ഹാനല്ലാഹ് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം എത്തിയപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഈഗോയാണ് വലീദ് ഇബ്നു മുഗീറയുടെ മനസ്സിലുണ്ടായിരുന്നത്. വലീദ് ഇബ്നു മുഗീറക്കും സത്യം ഇതാണ് എന്നറിയായിരുന്നു. അതുപോലെ തന്നെ അബൂ ജഹൽ എന്ന് പറഞ്ഞാലും ഈ 3 ആളുകളുടെ കൂട്ടത്തിലും കുറച്ചും കൂടെ നോബിളായിട്ടുള്ളൊരു എനിമി, അതായത് നല്ല എനിമി എന്ന് പറയാൻ പറ്റൂല, എന്നാലും ഈ കൂട്ടത്തിൽ അതായത് ദുഷ്ടനായിരുന്നെങ്കിൽ പോലും മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുക, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക, അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉള്ള നല്ലൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു ഭയങ്കര താൻ പോരിമ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണ്, അങ്ങനത്തെ ആ ഒരു ഈഗോ ഫീലിംഗ് നന്നായിട്ടുണ്ടായിരുന്നു അബൂജഹലിന്. അപ്പോൾ അബൂജഹൽ യഥാർത്ഥത്തിൽ നല്ല സ്വഭാവങ്ങളൊക്കെ ഉൾക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ അത് യഥാർത്ഥ രീതിയിൽ ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം അതെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു, അത് തിന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് കാരണമാണ് ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുവായിട്ട് അബൂജഹൽ മാറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാം അള്ളാഹുവിനടുത്ത് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹു രണ്ടാലൊരു ഉമറിനെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമേ എന്ന്. അതായത് ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇവിടെ അബൂജഹലിന്റെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാൽ അംർ ബിൻ ഹിഷാം എന്നായിരുന്നു. അപ്പോൾ ഈ 2 ഉമറുകളെ കൊണ്ട് നീ ഇസ്ലാമിനെ സത്യപ്പെടുത്തണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാം, ഈ ഒരു വ്യക്തിയിലും അബൂജഹലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ഒരു നന്മ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിന് മാത്രമാണ് അവരുടെ ഹൃദയങ്ങളെ കുറിച്ച് അറിയുള്ളതെന്ന്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു നമുക്കറിയാം, ഉമർ ബിൻ അൽ ഫാറൂഖ് അല്ലെ, സത്യവും അസത്യവും വിവേചിക്കാനുള്ള കഴിവ് ഉമർ റളിയല്ലാഹു ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹുവിന്റെ ക്യാരക്ടറിനെ കണക്ട് ചെയ്തിട്ടാണ് സുബ്ഹാനല്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമാണ് ആരുടെയും ഹൃദയം അറിയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അബൂജഹലിനെ ഇസ്ലാമിനെ കടുത്ത ശത്രുവാക്കിയിട്ട് തന്നെ മാറ്റിയത്. സുബ്ഹാനല്ലാഹ്. കാരണം അത് മാത്രമല്ല, നമ്മൾ സൂറത്തു തീനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സൂറത്ത് തീനും ഈ സൂറയും കണക്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, അല്ലാഹു തീർച്ചയായിട്ടും മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല തഖ്വീം, ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യർ, അതായത് നല്ല സ്വഭാവം ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു. പക്ഷെ സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലിൻ, പക്ഷെ മനുഷ്യർ തന്നെ വേണ്ടത് അധർമ്മകളിൽ അധർമ്മകളായിട്ട് മാറിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അബൂജഹലിനെ കുറിച്ചിട്ട് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, അബൂജഹലിനെ പോലുള്ള എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണ്. അള്ളാഹു ചില ആളുകളെ ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടാകും, നല്ല സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാകും, അവർ ഇപ്പോൾ നല്ല രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും. പക്ഷെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈഗോ പുറത്തു വരുന്നതോടുകൂടി, അല്ലെങ്കിൽ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നതോടുകൂടി അവർ സുമ്മറദ്ദനാഹു അസ്ഫല സാഫിലിൻ, അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുകയും അങ്ങനെ ഏറ്റവും താഴ്ന്നവരായിട്ട് മാറുകയും ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള ഈഗോ, എല്ലാ വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, ശൈത്താൻ്റെ എല്ലാ സ്വഭാവങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പാടെ എടുത്ത് കളഞ്ഞിട്ട് ഏറ്റവും നല്ല ഹൃദയത്തിൻ്റെ കൽബും സലീമാക്കിയിട്ടുള്ള ഹൃദയം ഉള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് അബൂജഹൽ വിശ്വസിച്ചില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ അബൂജഹലിൻ്റെ ഈ ഒരു അറഗൻസ്, അല്ലെങ്കിൽ ആ ഒരു ഈഗോ, പ്രൗഡ്നെസ്, സ്റ്റാറ്റസ്, ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ അബൂജഹലിനെ ഇങ്ങനെ ആക്കി മാറ്റിയത്. അബൂജഹലും അതുപോലെ തന്നെ അബൂ സുഫിയാൻ, പിന്നെ അഖ്നസ് ഇബ്നു ഷുറൈഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 വ്യക്തികളും ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. അബൂ സുഫിയാൻ അൽഹംദുലില്ലാഹ് റളിയല്ലാഹു അൻഹു പിന്നെ ഇസ്ലാം സ്വീകരിക്കേണ്ടത് അല്ലേ. സുബ്ഹാനല്ലാഹ്. ഇവർ 3 പേരും രാത്രിയിൽ എന്താണെന്ന് ചെയ്യുക വെച്ചാൽ, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഉറക്കെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ആരും കാണാണ്ട് പാത്തും പതുങ്ങിയും വന്നിട്ട് കേൾക്കാൻ നോക്കുന്ന പറയാം. പക്ഷെ
അവരൊക്കെ ഇങ്ങനെ മതിലിൻ്റെ പിന്നിലാകുമ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കാണുമല്ലോ. അവസാനം അങ്ങനെ എടുത്തെത്തി അവസാനം മൂന്ന് പേരും കൂട്ടിമുട്ടുന്ന അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അവർ പറയും എന്താ എവിടെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ഉത്തരം തന്നെയാണ് എന്ത്, ഈ ഒരു ഖുർആൻ പാരായണത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് സുബ്ഹാനല്ലാഹ് അവരൊക്കെ വരുന്നത്. കാരണം അവരൊക്കെ അറബ്സാണ്, അവർക്ക് അത്രയും ഭംഗിയായിട്ട് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഖുർആൻ്റെ ആ ഒരു ശ്രേഷ്ഠത, അതിൻ്റെ ഒരു മാധുര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് സുബ്ഹാനല്ലാഹ് അവരൊക്കെ അവിടെ വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ നമ്മളെക്കുറിച്ച് ആലോചിക്കണം. നമ്മൾ എന്താണ് ഇസ്ലാമിൻ്റെ ആളുകളായിട്ട്, റബ്ബിൻ്റെ കലാം പഠിക്കുന്ന ആളുകളായിട്ട് നമുക്ക് അങ്ങനെ മാധുര്യം കിട്ടുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖുർആൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി മാറ്റട്ടെ. അല്ലാഹുമ്മ ജഅൽ ഖുർആന റബിയ ഖുലൂബിന വനൂറ സുദൂരിന വദഹബ ഹമ്മിന വജലാ ഹസ്നിന. ആമീൻ. എന്നിട്ട് അവർ പറയും ഇല്ല ഇനി ഒരിക്കലും ഞങ്ങൾ വരില്ല എന്ന് പറയും. അടുത്ത ദിവസം ഇവർ ഇതേപോലെ വരും. എന്നിട്ട് പിന്നെ അപ്പോഴും അവരെല്ലാവരും പറയും ഇല്ല ഇനി ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ല, നമ്മളിങ്ങനെ ചെയ്താൽ ബാക്കിയുള്ളവർ പിന്നെ എന്താണ് ചെയ്യുക, നമ്മളെക്കുറിച്ച് എന്താ ചിന്തിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ അവർ സംസാരിച്ച് മൂന്നാമത്തെ പ്രാവശ്യം വന്നു. പിന്നെ അവർ ഭയങ്കര സ്റ്റേൺ ആയിട്ട് ഡിസിഷൻ എടുത്ത് ഇനി ഒരിക്കലും വരില്ല എന്നുള്ളത്. അങ്ങനെ എന്തായാലും പിന്നെ അവരത് നിർത്തി. പക്ഷേ അഹ്നസ് ബിൻ ഷുറൈഖ് ഒരിക്കലും അബൂജഹലിനോട് ചോദിച്ചു, എന്താണ് താങ്കൾക്ക് റസൂൽ, അതായത് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ്റെ അല്ലെങ്കിൽ ഖിറാഅത്ത് കേട്ടിട്ട് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് എന്ന് ചോദിക്കുമ്പം അബൂജഹൽ പറയും ഉറപ്പായിട്ടും അത് സത്യം തന്നെയാണ്, നിസ്സംശയം, ഒരു ഒരു സംശയമില്ല, അതെന്തായാലും സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ എന്തായാലും അതിൽ വിശ്വസിക്കില്ല. എന്താണെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനു ഹാഷിമിന് പെട്ടിട്ടുള്ള വ്യക്തിയാണ്, അബൂജഹൽ ബനു ആമിറിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കട്ടക്ക് എന്താ പറയുക എല്ലാത്തിലും ഇങ്ങനെ ടോപ്പായിട്ട് നിൽക്കണം. അതായത് ഇവർ എന്താണ് ആളുകൾ മറ്റാളുകളെ സഹായിക്കുമ്പോൾ അതായത് ബനു ഹാഷിം സഹായിക്കും, ബനു ആമിർ അതേപോലെ ഒപ്പത്തിനൊപ്പം നിന്നിട്ട് ആളുകളെ സഹായിക്കും. അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം നേരിടുമ്പോൾ അവരെ സഹായിക്കാൻ, അങ്ങനെ എല്ലാ രീതിയിലും അങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ ആ ഒരു കൂട്ടത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായിട്ട്, അതായത് ബനു ഹാഷിമിൽ പ്രവാചകനായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചാൽ ഞങ്ങളവിടെ തോറ്റുപോകും എന്നുള്ള ആ ഒരു അറഗൻറ്റ് ഫീലിംഗ്, അല്ലെങ്കിൽ എന്താണ് താഴ്ന്നു കൊടുക്കാൻ പറ്റാത്ത ആ ഒരു സ്വഭാവമാണ് എന്ത് അബൂജഹലിനെ ഇങ്ങനെ അധർമ്മികളിൽ അധർമ്മിയാക്കിയിട്ട് മാറിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു ഇസ്തിക്ബാർ, ആ ഒരു കിബർ, ആ ഒരു ഈഗോ ഉള്ളത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മനുഷ്യന്റെ സ്വഭാവം എന്താണ്, ലയത്തുക എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹ് പറയണിക്കല്ല, അതൊരു നെഗറ്റീവ് ഹാർഷായിട്ടുള്ളൊരു വാക്കാട്ടോ. എന്താണ് ഇങ്ങനെയല്ല മനുഷ്യന്മാരുള്ളത് യഥാർത്ഥത്തിൽ. അതായത് അള്ളാഹു അല്ലമൽ ഇൻസാന മാലം യഅലം, അള്ളാഹു എന്താണ് അവരെ പഠിപ്പിച്ചു, അവർക്ക് മനുഷ്യന് അറിയാത്തത് എന്നൊക്കെ അള്ളാഹു പറയണം. ഇൻസാൻ എന്നുള്ള വാക്ക് റിപ്പീറ്റഡ് ആയിട്ട് അള്ളാഹു ഇങ്ങനെ പറയണം. അതായത് ഒരു മനുഷ്യന് ഈ പറഞ്ഞ സ്വഭാവം ഒരിക്കലും ബിഫിറ്റിംഗ് അല്ല, ഇതൊരിക്കലും ഒരു മനുഷ്യന് പറ്റിയ സ്വഭാവമേ അല്ല. പക്ഷെ എന്താണ് നിസ്സംശയം ട്രൂലി സത്യമായിട്ടും ഇൻസാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചീത്ത ആളുകളെ കുറിച്ചിട്ടാട്ടോ. അതായത് ജനറലി എല്ലാ ചീത്ത ആളുകളെ കുറിച്ചിട്ടാണ്. എന്നാൽ നമുക്ക് എന്താണ് ആ ഒരു സബബ് നോക്കുമ്പോൾ അബൂജഹലിനെ ഉദ്ദേശിച്ചാണ്. പക്ഷെ അബൂജഹലിനെ പോലെയുള്ള എല്ലാ സ്വഭാവക്കാരെയും ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ എല്ലാ നല്ല ആളുകളെ കുറിച്ചിട്ട് അല്ല, എന്നാൽ അവരല്ലാത്ത എക്സെപ്റ്റ് സാധാ ഇൻസാൻ എന്താണ് തൊക എന്ന് പറഞ്ഞാൽ തൊകൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ എന്താണ് പറയുക അടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് വെള്ളം പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരെയും കപ്പലിൽ കയറ്റണം എന്നുള്ള സ്റ്റോറിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലേ. തൊക എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ക്രോസ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ഓവർഫ്ലോ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്, ട്രാൻസ്ഗ്രസ് ചെയ്യുക. അപ്പം നമ്മൾ മനുഷ്യന്മാർ അതിര് കവിയരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ. അപ്പോൾ ആ ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. തൊക എന്ന് പറഞ്ഞാൽ എന്താണ് അതിര് കവിയുക. അതായത് അതിര് കവിയുക എന്ന് പറയുമ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ബൗണ്ട്സ് അല്ലെങ്കിൽ ബൗണ്ടറി ക്രോസ് ചെയ്യാം. നിങ്ങളിതിനപ്പുറം പോകരുത് എന്ന് പറയുമ്പോൾ അത് ക്രോസ് ചെയ്തിട്ട് പോയാൽ പിന്നെ അതിനറ്റല്ല. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗ, നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയായി തീർന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ അബൂജഹലിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അബൂജഹൽ എന്താണ് ഒരിക്കലും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ പരിസരത്ത് നിസ്കരിക്കുന്ന കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇനി എങ്ങാനും നീ ഇവിടെ നിസ്കരിക്കുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ നിന്റെ കഴുത്ത് വന്നിട്ട്
ചവിട്ടം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. പല പല രീതിയിൽ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറേശികളൊക്കെ കേൾക്കുകയായിരുന്നു ആ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറഞ്ഞത്. പക്ഷെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊന്നും ചെവിയിലേക്ക് എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ഒരിക്കലും ഇതേപോലെ നിസ്കരിക്കുമ്പോൾ എന്താണ് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്കും അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘനേരം നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഈ അബൂജഹൽ വരികയാണ്. അതിൽ പറയുന്നുണ്ട് കയ്യിലൊരു വലിയൊരു കല്ലുണ്ടായിരുന്നു. ആ കല്ല് എറിയാൻ ഓങ്ങിയപ്പോൾ കാലിലേക്ക് വീണു. എന്നിട്ട് എന്താണ് പറയാ, പിന്നെ എന്താണ് തിരിച്ചു ഓടുന്ന ഒരു രംഗമാണ് അവിടെ കുറേശികൾ കാണുന്നത്. അപ്പം എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താണ് പറയുക, എനിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇടയിൽ വലിയൊരു ഖന്തക്ക് അല്ലെങ്കിൽ വലിയൊരു പിറ്റ് കണ്ടു. അത് പറഞ്ഞാൽ തീ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പിറ്റ്. അതായത് ഞാനെങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോയാൽ എന്നെ അത് വിഴുങ്ങും എന്നുള്ള രീതിയിലുള്ള ഒരു പിറ്റ് ഞാൻ കണ്ടു എന്ന് അബൂജഹൽ പറയണം. അത് മാത്രമല്ല അതിന് കൈകളുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പറയണം, എങ്ങാനും അബൂജഹൽ വന്നിരുന്നെന്നുണ്ടെങ്കിൽ അതായത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. മലക്കുകൾ അവനെ എന്താണ് പറയുക, എന്താ പറയുക, പൊട്ടിക്കായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. അതായത് അബൂജഹലിന് പിന്നെ അവിടെ ലൈഫ് ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു സന്ദർഭത്തിൽ ഈ അബൂജഹലും അതുപോലെ തന്നെ കുറച്ച് ചീത്ത ആളുകളുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും പേരെടുത്ത് ഒരു സഹാബി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണ് അബൂജഹൽ പറയാണ്, അതായത് അല്ല അബൂജഹൽ പറഞ്ഞു എന്താണ് അബൂജഹലിൻ്റെ കൂട്ടത്തിൽ ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ പരിസരത്ത് നിസ്കരിക്കാം. അതായത് വളരെ നീചമായിട്ടാണ് അങ്ങനെ പറയലട്ടോ. എങ്ങാനും എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഒട്ടകത്തിൻ്റെ മുഖം നിലത്ത് കുത്തുമ്പോൾ ഒരു വാക്ക് ഉപയോഗിക്കും. ആ ഒരു വാക്കാണ് അറബിയിൽ അബൂജഹൽ പറഞ്ഞത്. എങ്ങാനും എന്താണ് കണ്ടാൽ തീർച്ചയായിട്ടും എന്താണ് പറയുക, ഞാൻ അവനെ എന്താണ് ബാക്കി വെക്കൂല എന്നുള്ള രീതിയിൽ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ അബൂജഹൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിസ്കരിക്കുന്നത് കണ്ടു. ദീർഘനേരം റുക്കുവും ദീർഘനേരം എന്താണ് പൊസിഷനും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലേക്ക് പോയപ്പോൾ അവിടുന്ന് എന്താണ് ഒരു എന്താണ് ആ സമയത്ത് എന്താണ് സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരു ഒട്ടകത്തിൻ്റെ കുടൽമാല വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലിടുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ്. നമുക്ക് എന്താണ് ഒട്ടകത്തിൻ്റെ കുടൽമാലിൻ്റെ വെയിറ്റ് എന്നറിയില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തല പൊന്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വെയിറ്റ് എത്ര എന്ന് ആലോചിച്ച്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകള് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിട്ട് ആ കുടൽമാല മാറ്റുക ചെയ്തു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആ സങ്കടം, അതേപോലെ തന്നെ അതായത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് തടയാണ് അല്ലേ. അത് എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യം അവിടെ ചെയ്യുന്നത് കൊണ്ടുള്ള ദേഷ്യമാണ് അവിടെ കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ സമൂഹത്തിൽ പല ആളുകളെയും കണ്ടിട്ടുണ്ടാവില്ലേ. അതായത് റബ്ബിനെ ആരാധിക്കുന്നതിലുള്ള ഒരു ദേഷ്യം എന്തിനാന്ന് ചോദിച്ചാൽ അത് അവർക്കും അറിയില്ല അല്ലേ. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു കിബറാണ് സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെ പുതുതായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ അവരുടെ ശ്രദ്ധ അവനിലേക്ക് പോകുമല്ലോ എന്നുള്ള കിബറും അതുപോലെ പല കാര്യങ്ങളും ആണ് ഇവരെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുന്നുണ്ട് എന്താണ് പറയുക, അതെ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ എഴുന്നേറ്റിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവെ എന്താണ് ഈ ഓരോരുത്തരെയും, അതായത് അബൂജഹലും അതുപോലെ എന്താണ് അബൂജഹലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരെയും പേരെടുത്തെടുത്തെടുത്ത് പറഞ്ഞിട്ട് എന്താണ് ഇവരെ എന്താണ് ശിക്ഷിക്കണേ എന്നുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കേണ്ടായി. എന്നിട്ട് ഈ ഹദീസ് നറേറ്റ് ചെയ്ത സ്വഹാബി പറയുന്നുണ്ട്, ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുള്ള ഓരോ ശത്രുക്കളും മരിച്ചു വീഴുന്നതായിട്ട് അദ്ദേഹം കാണുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ഒരു പ്രാർത്ഥന സ്വീകരിക്കുകയാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത്ര മനോഹരമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് ഇവിടുന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ആയത്ത് മാത്രം കുറച്ച് ലെങ്തി ആയിട്ട് പറയാനുണ്ടാകും. ബാക്കി ആയത്തുകളൊക്കെ അത്ര വലുതല്ല കേട്ടോ. പിന്നെ ഇനി വേറൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഒരു ഹദീസിൽ അത് അത്ര സ്വഹീഹ് അല്ലെങ്കിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ ഉമ്മത്തിൻ്റെ ഫിറഔനാണ് അബൂജഹൽ എന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔനെ കുറിച്ചിട്ട് വേറൊരു സൂറത്തിൽ പറയുന്നുണ്ട്, എന്താണ്
അവൻ തീർച്ചയായിട്ടും എന്താണ് തൊക ചെയ്തിട്ട്, അതായത് തീർച്ചയായിട്ടും അതിര് കവിഞ്ഞവനാണ് എന്ന് പറഞ്ഞ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ അബൂജഹലിനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? ലയത്ഗ എന്ന് പറയുന്നുണ്ട്. അവിടെ പാസ്റ്റ് ടെൻസ് ആയിരുന്നു. ഫിറഔനെ കുറിച്ചിട്ട് തഗ എന്നാ പറഞ്ഞത്. ഇവിടെ ഈ തുക എന്നുള്ള പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. അതായത് അബൂജഹൽ ഇപ്പോഴത്തെ എനിമിയാണ് എന്നുള്ള അർത്ഥത്തിലും, അതുപോലെ തന്നെ ആരിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവരൊക്കെ എന്താണ്? അതിര് കവിയുന്ന ആളുകളാണ് എന്നുള്ള സുബ്ഹാനഹു കാണിക്കുകയാണല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഫിറഔനെ പോലെയാണ് അബൂജഹൽ. അങ്ങനത്തെ സ്വഭാവമുള്ളവരൊക്കെ ഈ ലോകത്ത് ഇങ്ങനത്തെ സ്വഭാവമുള്ളവരൊക്കെ എന്താണ്? ഒരു ഫിറഔനാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു നമ്മൾ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല 1 മുതൽ 5 വരെയുള്ള ആയത്തുകളിൽ നമ്മളോട് പഠിക്കാനാണ് പറഞ്ഞത്. പക്ഷെ മനുഷ്യന്മാരെന്താണ്? അൺഫോർച്ചുനേറ്റ്ലി അവരെന്താകുന്നത്? അവർ അതിര് കവിയാണ്. അപ്പം അറിവ് നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മനുഷ്യന്മാർ അതിര് കവിയും. നമുക്കറിയാലേ, ദീനീപരമായിട്ടുള്ള അറിവ് നേടാത്തതിന് പേരിൽ അവർ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ള പേരിൽ പല കാര്യങ്ങളും ചെയ്ത് കൂട്ടിയിട്ട് അതിര് കവിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അള്ളാഹുവിനെ നല്ല ഓരോ വിശ്വാസികളും അവർക്ക് ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങൾ അവരെന്നെ നിശ്ചയിച്ചിട്ട് അവരതിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അതിര് കവിയാണ്. മനുഷ്യനെ തന്നെ എന്താണ് പറയുക, പ്രയാസത്തിൽ അകപ്പെടുത്തുന്ന രീതിയിലുള്ള ആരാധന കർമ്മങ്ങൾ വരെ നമ്മൾ കണ്ടിട്ടില്ല. തീയിലേക്ക് ചവിട്ടിയിട്ടും കയ്യിൽ തീ വെച്ചിട്ടും അല്ലെ, എന്താണ് മനുഷ്യന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അസഹനീയമായിട്ടുള്ള എന്താണ് അവരുടെ രീതിയിലുള്ള ഈ ബാത്തുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അറിവില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മനുഷ്യന്മാർ അതിര് കവിയും എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും യഥാർത്ഥ അറിവ് നൽകിയിട്ട് നമുക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല ഉത്തമ ദാസന്മാരാക്കി അല്ലാഹു സുബ്ഹാനഹു നമ്മൾ എല്ലാവരെയും മാറ്റട്ടെ. ആമീൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു ഇനി അടുത്ത ആയത്തിൽ എന്തുകൊണ്ടാണ് മനുഷ്യന്മാരിങ്ങനെ റിബല്യസ് അല്ലെങ്കിൽ ഇങ്ങനെ അതിര് കവിയുന്നത് എന്ന് പറയുന്നുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു പറയുന്നത്? തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ, അതായത് താൻ എല്ലാത്തിനും പോന്നവനാണ് എന്നുള്ള ആ ഒരു സ്വഭാവത്താൽ എന്നാണ് ഉദ്ദേശം. അൻ എന്നതിനാൽ റആഹു അവനെ കണ്ടു, അതായത് സ്വന്തത്തിനെ തന്നെ അവൻ കണ്ടു. ഇസ്തഗ്ന ധന്യനെ അല്ലെങ്കിൽ സ്വയം പര്യാപ്തനായി തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ അൻ എന്നുള്ളത് എന്നതിനാൽ, റആ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ കാണാന്നുള്ളത്. റആഹു അവൻ കണ്ടു. ആരെ? അവനെ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തിയും അവനെ തന്നെ കണ്ടു. എന്തായിട്ട്? ഇസ്തഗ്ന എന്ന് പറഞ്ഞാൽ എപ്പോഴും സീക്ക് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇസ്തഗ്ന എന്ന് പറഞ്ഞാൽ സ്വന്തം എന്താണ് ധന്യനായിട്ട് സീക്ക് ചെയ്യുക, ഞാൻ എല്ലാത്തിനും കഴിവിറ്റവനാണ് എന്നുള്ള ആ ഒരു ഫീലിംഗ് മനസ്സിലുണ്ടാക്കുന്നതിനാണ് ഇസ്തഗ്ന എന്നുള്ളൊരു അർത്ഥം വരുന്നത്. ഞാൻ ബെറ്ററാണ്, ഞാൻ എല്ലാവരെക്കാളും ഉഷാറാണ്, ആ ഒരു ഫീൽ നെഗറ്റീവ് സെൻസിൽ കേട്ടോ. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അറിവും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ വിനയമുള്ളവരും ആകാനൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഈ 6ഉം 7ഉം ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവില്ലാത്തവനെ കുറിച്ചിട്ടില്ല പറയാണ്. അതായത് അറിവില്ലായ്മ കാരണം അവൻ എന്താകാണ്? ഇസ്തഗ്ന. എല്ലാത്തിനും എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ആരെയും സഹായം വേണ്ട, ഞാൻ ഭയങ്കര സംഭവമാണ്, അങ്ങനത്തെ രീതിയിലുള്ളൊരു എന്താണ് സ്വയം സെൽഫ് സഫിഷ്യൻസി കാണിക്കണം. പക്ഷെ മനുഷ്യർ ഒരിക്കലും നമുക്ക് എന്താണ് ഇങ്ങനെ സ്വയം സെൽഫ് സഫിഷ്യൻ്റ് ആകാൻ സാധിക്കില്ല. കാരണം നമുക്കെപ്പോഴും റബ്ബിൻ്റെ സഹായം വേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മരങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു മരം, ആ മരം എന്താണ് ഒരുപാട് കായ്കളും കനികളും, അതായത് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, അതിലൊരുപാട് കായ്കളും കനികളുണ്ട്, അത് മറ്റെല്ലാവർക്കൊക്കെ ബെനഫിഷ്യൽ ആകുന്നുണ്ട്. അപ്പം നമുക്കറിയാം കുറേ ഫ്രൂട്ട്സൊക്കെ നിൽക്കുന്ന മരത്തിൻ്റെ ബ്രാഞ്ച് എന്താണ് ഇങ്ങനെ താഴ്ന്നു നിൽക്കും അല്ലേ, ആർക്കും അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. അതാണ് അറിവും വിനയവും നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് അറിവുള്ളത് കാരണം ഒരുപാട് ഫ്രൂട്ട് തരും, അങ്ങനെ അത് താഴ്ന്നിട്ട് ആർക്കും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന രീതിയിൽ ഫ്രൂട്ട് അതിൽ നിന്നും ലഭിക്കുന്ന രീതിയിലുള്ള ഒരു മരം. മറ്റൊരു മരം എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഉണ്ട്, അതങ്ങനെ മുകളിലേക്ക്, അതിൽ ഒന്നുമില്ല, ഒരു കായ്കളും കനികളും ഒന്നുമില്ല, ഒന്നും തരുന്നില്ല, പക്ഷെ നീണ്ട കുറേ ബ്രാഞ്ചുകൾ മാത്രം. അതാണെന്ത്? അഹങ്കാരത്തോടു കൂടി അറിവില്ലായ്മയോടുകൂടി എന്താണ് ഒരു ജഹലായിട്ട് എന്താണ് പറയുക, ഒരു വിവരമില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യഖ്ശല്ലാഹു ബിഇബാദിഹിൽ ഉലമാ. തീർച്ചയായിട്ടും അള്ളാഹുവിനെ എന്താണ് പറയുക,
ഭയപ്പെടുന്നവരാരാണ്? അള്ളാഹുവിൻ്റെ അടിമകളിൽ ഉലമാക്കളാണ്, അറിവുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഒരു ആബിദിനേക്കാളും ശ്രേഷ്ഠത ആരിനുണ്ട്? ഒരു ആലിമിനുണ്ട് അല്ലേ? കാരണം ആബിദ് സ്വന്തത്തിന് മാത്രമേ ഉപകരിക്കുള്ളൂ, എന്നാലും ആലിമോ മറ്റുള്ളവരിലേക്കും ഉപകരിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രീതി, നമുക്ക് ഓരോരുത്തരും മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള വ്യക്തികളായിട്ട് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനത്തെ രീതിയിലാക്കട്ടെ. ആമീൻ. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? അർആഹുസ്തഖന, അതായത് ഈ സ്തഖനയാണെന്ത്? ഈ മരത്തിൻ്റെ റൂട്ട്. അതായത് ഞാൻ ഒക്കത്തിനും പോന്നവനാണ് എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനുഷ്യന്മാർ എന്ത് ചെയ്യും? തുകയാൻ ചെയ്യും, അല്ലെങ്കിൽ അവർ എന്താണ്, അതിര് കവിയും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടായത്തും കണക്റ്റായിട്ട് പറയുന്നത്. നമുക്ക് എപ്പോഴും അള്ളാഹുവിൻ്റെ അബ്സല്യൂട്ട് നീഡ് നമുക്ക് എപ്പോഴും ഉണ്ട്. അതായത് എപ്പോഴും നമുക്ക് ആ ഫീൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു സെക്കൻഡ് പോലും നമ്മളെപ്പോഴും യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീത്ത് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറില്ലേ? അതായത് അള്ളാഹു വല അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തക്കിൽനി ഇലാ നഫ്സി തൊറഫത ഐൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു സെക്കൻഡ്, ഒരു നിമിഷം പോലും എൻ്റെ കാര്യങ്ങൾ നീ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഒരു സെക്കൻഡ് പോലും നമ്മളുടെ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ് നമുക്കില്ല. പിന്നെ എന്തിനാ നമുക്ക് ഇത്ര തോന്നിക്കൂറല്ലേ? സുബ്ഹാനല്ലാഹ്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂജഹലിനെയും കമ്പയർ ചെയ്യണം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്റ എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം 23 വർഷം എന്താണ് പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് അള്ളാഹുവിൻ്റെ ദീൻ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അബൂജഹലോ, താൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്, എനിക്കെല്ലാതുണ്ട്, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാനാണ് എല്ലാവരെക്കാളും ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ആ ഒരു ഫീലിൽ, അറഗൻസിൽ ഒരറിവും നേടാതെ എന്താ സംഭവിച്ച? സുമ്മ റതദ്നാഹു അസ്ഫല സാഫിലിൻ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇസ്തഗന നമ്മളെന്താണ്, അറിവിൽ നിന്നും അല്ലെങ്കിൽ നന്മയിൽ നിന്നും പലതിൽ നിന്നും നമ്മളെ ദൂരെയാക്കും. അപ്പം നമ്മൾ റബ്ബിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് അറിവ് വേണ്ടതുണ്ട്. അപ്പം നമ്മൾ അപ്പം ചില ആളുകൾ വിചാരിക്കും എന്താപ്പോൾ കുറേ പഠിച്ചിട്ട് കാര്യം എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ഈ ലോകത്തേക്ക് മാത്രമല്ല ലൈഫ് അല്ലേ, നമ്മൾക്ക് പരലോകത്തേക്കും കൂടെ ലൈഫുണ്ട്. ആ ലൈഫിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. അതിനാവശ്യമായിട്ടുള്ള അറിവ് നമുക്കുണ്ടായാൽ മാത്രമാണ് പരലോകത്തിൽ നമുക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ, റബ്ബിൻ്റെ സ്വർഗത്തിലെത്താൻ സാധിക്കുള്ളൂ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നാത്തുൽ ഫിർദൗസ്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നാത്തുൽ ഫിർദൗസ്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നാത്തുൽ ഫിർദൗസ്.